എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്കൊരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് 5 അപ്പവും 2 മീനും പിന്നെ ഞാനും. അപ്പച്ചൻ്റെ പണ്ടത്തെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ? കൊച്ചുമക്കൾ വഴക്കിടാൻ തുടങ്ങി. അപ്പച്ചൻ പിള്ളേരോട് കഥ പറയുവാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 8 മക്കളായിരുന്നു. അപ്പൻ ഭയങ്കര മദ്യപാനിയും വെറുക്കപ്പെട്ടവനും. ആർക്കും അപ്പനെ ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങളെ വളരെയധികം ഉപദ്രവിക്കും. അമ്മയെയും മാരകമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. കഷ്ടതയുടെയും പട്ടിണിയുടെയും നിരാശയുടെയും നാളുകൾ. അങ്ങനെയിരിക്കെ ഒരിക്കൽ അയലത്തെ അമ്മാമ്മ എൻ്റെ അമ്മയെ ഒരു യോഗത്തിന് കൊണ്ടുപോവുകയുണ്ടായി. സൗമ്യനും മധുരഭാഷിയുമായ ഒരു ചെറുപ്പക്കാരൻ അവിടെ വചനപ്രഘോഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അമ്മയെ ആശ്വസിപ്പിച്ചു. ജീവിതത്തിലേക്ക് ലക്ഷ്യത്തോടെ നോക്കുവാൻ പ്രേരിപ്പിച്ചു. സമാധാനം നഷ്ടപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അവൻ കടന്നു വന്നു. അന്നു മുതൽ ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമുണ്ടായി. അപ്പൻ മദ്യപാനം ഉപേക്ഷിച്ചു. ഞങ്ങളുടെ ദാരിദ്ര്യം മാറി. ഞങ്ങൾ സന്തുഷ്ടരായി. പിന്നീട് കേൾക്കാൻ അറിഞ്ഞത് അദ്ദേഹം ദൈവദൂഷകനാണെന്നും അവിടെ പ്രസംഗം കേൾക്കാൻ പോകരുത് എന്നൊക്കെ സമൂഹം പറയുന്നതാണ്. അവൻ ദൈവപുത്രനാണെന്നും രക്ഷകനാണെന്നുമൊക്കെ നുണ പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വ്യക്തിയാണെന്നൊക്കെയാണ് ജനസംസാരം. പള്ളിയിൽ നിന്നും പുരോഹിതന്മാരും സെക്രട്ടറിയുമൊക്കെ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഇനി അവൻ്റെ കൂടെ പോകരുതെന്നും കള്ളങ്ങളിൽ വീഴരുതെന്നൊക്കെ പറഞ്ഞു. അമ്മ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങളെ അവൻ്റെ ഒപ്പം പോകുന്നതിനും അനുഗമിക്കുന്നതിനും പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് ആ നല്ല ഗുരുവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എവിടെ അദ്ദേഹം വന്നാലും ഞാൻ പോകുമായിരുന്നു. ആവേശത്തോടെ പോകും. എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് അവൻ ഗലീലയിൽ യോഗങ്ങൾ നടത്തുന്ന സ്ഥലത്ത് ഞാൻ പോയത്. യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിൻ്റെ സമയം. വളരെ ആൾക്കൂട്ടമുണ്ടായിരുന്നു. അവൻ്റെ പിന്നാലെ എല്ലാവരും കൂടി. പ്രസംഗം കേട്ടും സൗഖ്യം പ്രാപിച്ചും അത്ഭുതങ്ങൾ കണ്ടും ആളുകൾ കൂടി വന്നു. ഇന്നും അതുപോലെയല്ലേ? അത്ഭുതങ്ങൾ നടക്കുന്നിടത്ത് ആൾ കൂടും. ജനം വരുന്നു പോകുന്നു. ആർക്കും യേശുവിനെ വേണ്ട. എല്ലാവർക്കും അത്ഭുതവും രോഗസൗഖ്യവും മതി. അങ്ങനെ പോയി ഗലീല കടലിൻ്റെ അക്കരെ ഞങ്ങൾ എത്തി. ജനം വർദ്ധിച്ചു. യേശുവിനെ ഒരു പൊട്ടുപോലെ കാണാം. എങ്കിലും ശബ്ദം ഞങ്ങൾക്ക് നന്നായി കേൾക്കാമായിരുന്നു. നിങ്ങളെപ്പോലെ പ്രസംഗം കേൾക്കുമ്പോൾ മൊബൈലിൽ കുത്തിക്കൊണ്ട് ട്രോൾ ഉണ്ടാക്കുകയും കമൻ്റ് അടിക്കുകയും ഒന്നുമില്ലായിരുന്നു. വളരെ ആകാംക്ഷയോടെ ഞാൻ പ്രസംഗം കേൾക്കും. അവരെന്തോ പറയുന്നുണ്ട്. എല്ലാവരും വിശന്ന് കറങ്ങിയിരിക്കുകയാണ്. പ്രസംഗം തീർന്നിട്ടില്ല. പിന്നെ വേണം എനിക്ക് വല്ലതും കഴിക്കാൻ. അമ്മ പൊതിയൊക്കെ കെട്ടിത്തന്ന് വിട്ടിട്ടുണ്ട്. വല്ലപ്പോഴുമേ ഉള്ളൂ വയറ് നിറച്ച് തിന്നാൻ വല്ലതും കിട്ടുന്നത്. ആഹാരം കയ്യിലുള്ളത് കൊണ്ട് വളരെ സന്തോഷവും കൊതിയുമൊക്കെ ഉണ്ട്. അപ്പോഴാണ് യേശുവിൻ്റെ ശബ്ദത്തിനൊരു വ്യത്യാസം. ശിഷ്യന്മാരൊക്കെ കൂടെയുണ്ട്. യേശു ഫിലിപ്പോസിനോട് വേവലാതിയോട് ചോദിക്കുന്നു, ഇവർക്ക് തിന്മാൻ നാം എവിടെ നിന്ന് വാങ്ങും? പുള്ളി ബെഥസ്ദ നിവാസിയാണ്. അയാൾക്ക് ആ സ്ഥലത്തെ ഹോട്ടലൊക്കെ അറിയാമെന്ന് കരുതിയാണ് ഗുരു ചോദിച്ചത്. പക്ഷേ ഫിലിപ്പോസ് കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും അവനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഒറ്റ പറച്ചിൽ, എൻ്റെ കയ്യിൽ 200 ഉണ്ട്, അത് തികയത്തില്ല, അതുകൊണ്ട് ഞാൻ തരത്തില്ല. ചോദിച്ചത് എവിടെ കിട്ടുമെന്നാണ്. എന്നാൽ പറഞ്ഞ ഉത്തരം 200 പണത്തിന് തികയുന്നില്ലെന്നും. ഇന്നത്തെ ചില പുള്ളികൾ ഇങ്ങനെയാണ്. കയ്യിലുണ്ടായിട്ട് കൊടുക്കാതെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് കർത്താവിനെ കബളിപ്പിക്കും. കർത്താവ് ആരാ മോൻ? ഇവൻ്റെയൊക്കെ എല്ലാ തരികിടയും മനസ്സിലാക്കിയല്ലേ ചോദിച്ചത്? കിട്ടാതില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ഫിലിപ്പോസിനോട് ചോദിച്ചത് കേട്ടുകൊണ്ട് നിന്നവൻ ചാടിയിറങ്ങി ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക്. ഇങ്ങനെയുള്ള പുള്ളികളെ നമുക്ക് ഇന്നും കാണാം. ആള് കാണിക്കാൻ എന്തിനും ചാടിയിറങ്ങും. കഥയൊന്നുമില്ല. ഞാൻ വലിയ സംഭവമാണെന്ന് എല്ലാവർക്കും തോന്നണം. കഴിവും വിവരവും വിവേകവുമുള്ളവരെ ദൈവം കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഇടയ്ക്കൂടെ തലയിട്ട് മുന്നിൽ കയറുവാൻ നോക്കും. അന്ത്രയോസ് നേരെ ആളുകളുടെ ഇടയിലേക്ക് രസീത് കുറ്റിയും കൊണ്ട് പിരിവിനിറങ്ങി. അവനെ കണ്ടപ്പോഴേ ആളുകൾ തലകുനിച്ചു. ഒന്നും കൊടുത്തില്ല. കയ്യടി മേടിക്കുവാൻ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നവനെല്ലാം ഇളിയഫ്യനാകും. എന്തായാലും ഇവൻ്റെ ഭാവവും മോന്തയുമൊക്കെ കണ്ട എനിക്ക് വിഷമം തോന്നി.
ഞാൻ കൊതിയോടെ പ്രസംഗം തീർന്നിട്ട് തിന്നാൻ വച്ചിരുന്നതെടുത്ത് അന്ത്രയോസിൻ്റെ കയ്യിൽ കൊടുത്തു. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ അവൻ്റെ ശക്തി മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി കർത്താവിന് ഈ 5 അപ്പവും 2 മീനും കൊണ്ട് എന്തെങ്കിലും അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന്. അല്ലാതെ അന്ത്രയോസിൻ്റെ ഗ്ലാമറും വാക്കുകളും കൊണ്ടല്ല ഞാൻ കൊടുത്തത്. പക്ഷേ അന്ത്രയോസ് കരുതി തൻ്റെ കഴിവ് കൊണ്ട് ഒപ്പിച്ചതാണെന്ന്. അതുകൊണ്ട് 2 ഡയലോഗും കൂട്ടിച്ചേർത്ത് കർത്താവിനോട് ഒറ്റ പറച്ചിൽ. എനിക്ക് 5 അപ്പവും 2 മീനും ഒപ്പിക്കാൻ പറ്റി. പക്ഷേ ഇതും തികയത്തില്ല. ആള് വലിയ ചാടയ്ക്കാണ് പറഞ്ഞത്. ദൈവമക്കൾ ദൈവനാമത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ കൊടുക്കുന്ന നന്മകൾ വാങ്ങി കീശയിൽ വച്ചിട്ട് പാവങ്ങൾക്ക് നക്കാപ്പിച്ച് കൊടുത്ത് ഞങ്ങൾ ചെയ്തെന്ന് പറയുന്നവർക്ക് ഉദാഹരണമാണ് പുള്ളി. കർത്താവ് പക്ഷേ ഇവരെ ആരും നോക്കിയില്ല. നേരെ ജനത്തെ ഇരുത്തി എന്നെയും അനുഗ്രഹിച്ച് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ വാഴ്ത്തി ആ 5 അപ്പവും 2 മീനും ജനങ്ങൾക്ക് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തിയായി എഴുന്നേറ്റു. നേരെ ബാക്കി വന്ന 12 കൊട്ടയും ഓരോ കൊട്ട വീതം അവിശ്വാസികളായ അന്ത്രയോസിൻ്റെയും ഫിലിപ്പോസിൻ്റെയും തലയിൽ വച്ചു കൊടുത്തു. പിന്നല്ല, കർത്താവിനോടാണ് കളി. കർത്താവിന് നന്നായി അറിയാം നാം എന്തു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ മനോഭാവം എന്താണെന്ന്. ആകയാൽ ദൈവത്തോട് കളിക്കരുത്, അവൻ കളി പഠിപ്പിക്കും. യേശു കർത്താവിന് നിർമ്മലതയുടെയും വിശുദ്ധിയുടെയും വിശ്വാസത്തോടും നമുക്ക് പിന്തുടരാം. ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.